ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയൊരു റെസിപ്പി നോക്കിയാലോ. ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത്, പരിപ്പ് കറി. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് നമുക്ക് ആദ്യം ഒന്ന് പരിപ്പ് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് 1/2 കപ്പ് പരിപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സവാളയുടെ പകുതി, 3 പച്ചമുളക്, ഒരു തക്കാളിയുടെ പകുതി, 4 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ എത്രയാണോ പരിപ്പെടുത്തത് അത്രക്കത്ര വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. പരിപ്പൊന്ന് വെന്ത് വരാൻ ഒരു വിസിൽ മതി. അങ്ങനെ ഇതാ പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഒരു കറിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. 1/2 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ കടുക്, 2 അല്ലി കറിവേപ്പിൻ്റെ ഇല. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പരിപ്പിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ച്, അതൊരു 1/2 കപ്പ് വെള്ളം മതിയാവും. ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല. കുക്കറിൽ കുറച്ച് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ടൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു 5 മിനിറ്റ് ഇതൊന്ന് തിളയ്ക്കാൻ വെക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് തിളയ്ക്കാൻ വെക്കാം. ഒരു അടച്ച് വെച്ചിട്ടൊന്ന് തിളയ്ക്കാൻ വെക്കാം. അങ്ങനെ ഇതാ ഞാൻ വെറും 5 മിനിറ്റേ വെച്ചിട്ടുള്ളൂ. ഇത് ഏകദേശം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കൊരു സേവിങ് പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ. നമുക്ക് പെട്ടെന്നൊരു കറി തയ്യാറാക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എളുപ്പമുള്ളൊരു കറിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇത് വളരെ സിമ്പിളാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.